എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു പൂവുണ്ടാക്കണ്ടേ? കുറേ കാലമായില്ലേ കൈവേദനയിലായിട്ട് ആക്കാത്ത. ചെറുതായിട്ട് തുടങ്ങാൻ നമുക്ക് ഒരു കൈവേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ കൈവേദന തന്നെ ഉണ്ട്, എന്നാലും ചെറുതായിട്ട് ഞാൻ ആക്കുന്നില്ലേ. നമുക്ക് ഇങ്ങനെ ഒരു പൂ ഉണ്ടാക്കാം. ഇന്നത്തെ ഈ ഒരു പൂ ഉണ്ടാക്കാൻ ഇത് സാധാരണ പേപ്പർ ഇങ്ങനത്തെ കാറുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാറ് വെക്കാം. ഇത് നമ്മൾ മുറിച്ചെടുക്കണ്ട. ഇതാ നമുക്ക് എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. അവിടെ മൂടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വരച്ചത് എല്ലാവർക്കും അറിയുന്നതല്ലേ. നമുക്ക് വേണ്ടുന്ന എത്ര വലുപ്പമാണ് വേണ്ടി വെച്ചാൽ ഇതാ ഇതിങ്ങനെ കൊണ്ടാക്കി ഇങ്ങനെ കിട്ടും ഇത്ര വലുപ്പം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിക്കുന്നത് കാണിക്കണ്ടല്ലോ. അതായത് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് മുറിച്ചാൽ മതി. എന്താ ഏത് തരം വേണമെങ്കിലും എടുക്കാം പേപ്പർ. ഇത് ഞാൻ പിന്നെ പഠിക്കാൻ നല്ല രസമില്ലാണ്. ഇത് പൂവാക്കിയാൽ നല്ല രസമാണ് ഇത്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ആക്കണം. അപ്പം ഞാൻ മടക്കാനൊന്നും ഞാൻ പഠിപ്പിക്കാം. ഇത് നമ്മൾ എടുത്താൽ നടുക്കെ മടക്കണം. ഇത് നടുക്കെ മടക്കി ഈ അറ്റം നമുക്ക് ഇങ്ങനെ മടക്കാതെ നേർ പകുതിയാക്കിയിട്ട് ഇങ്ങനെ മടക്കാം. ഇതൊന്ന് ഇങ്ങനെ ആക്കി നിൽക്കാം. ഇത് നമുക്ക് ഈ ഭാഗം എടുത്തിട്ട് ഇതും ഇതുപോലെ നേർ പകുതി തന്നെ ഇങ്ങനെ മടക്കണേ. ഇതാ ഇതല്ലേ, ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഇതാ മടക്കുന്നില്ല. ഇതാ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒരു മടക്കും കൂടെ മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാ ഒന്നും കൂടെ നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇതാ ഇത് നേർ പകുതി ഇങ്ങനെ മടക്കുക. ഇവിടെ അറ്റൊരു പോലെ പിടിച്ച് ഇങ്ങനെ ആക്കിയാണ് ഒരുപോലെ ആയിട്ട്. ഇതാ പിന്നെ ഇങ്ങനെ ഇനി ഒരു മടക്കും കൂടെ മടക്കുക. ഇവിടെ ഒരുപോലെ പിടിച്ചാൽ ഇവിടെ ഒരുപോലെ ആമേ. ആദ്യം ഇവിടെ ഒരുപോലെ ആക്കിയിട്ട് പിടിക്കണം. കണ്ടില്ലേ? ഇനി ഇത് രണ്ടകലായിട്ട് ആക്കണം നമുക്ക്. ഇനി നമുക്ക് നടുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. ഇത് സ്കെയിൽ വെച്ച് അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ ആക്കാമോ? പിന്നെ ഇങ്ങനെ പത്ത് നടുക്ക് തന്നെ ഒരു മുറി വെക്കത്. അങ്ങോട്ട് മുറിക്കത് കുറച്ചതാ. ഇതാ ഇത്ര മുറിച്ച് കുറച്ചും കൂടെ മുറിക്കാം. കണ്ടില്ലേ? ഇത്ര മുറിക്കാം. ഒന്നും കൂടെ താഴ്ത്തിയിട്ട് പിടിക്കുന്നതിന് തെറ്റില്ല. അതായത് നമുക്ക് ഇതിന് വേണമെങ്കിൽ പെണ്ണോണ്ട് നമ്മൾ ഏതെങ്കിലും കണക്കായിട്ട് പെണ്ണോണ്ട് മുറിക്കാം, പെണ്ണോണ്ട് വരക്കാം, എന്നിട്ട് മുറിക്കാം. എന്നാൽ തെറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ ഇതെടുത്ത് വരക്കാം. ഞാനിപ്പോൾ വരക്കുന്നില്ല. നിങ്ങളങ്ങനെ ഏതിൽ നോക്കിയിട്ട് വരച്ചോ. ഒന്നും കൂടി താക്കട്ടെ. ഇതാ ഇവിടുന്ന് തന്നെ തുടങ്ങണേ. ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ സൈഡ് ഇതാ ഇങ്ങനെ ആക്കി ഇവിടെ എടുത്ത് ഇങ്ങനെ വളച്ചോട്ടുന്നതാ. ഇതാ ഇതാ ഒരു സൈഡ്. പിന്നെ നമുക്ക് അതേപോലെ ഇപ്പുറത്തുനിന്ന് ഇവിടുന്ന് തന്നെ കൊണ്ടുവരണം. അതാണ് ഇവിടുന്നൊരു വളക്കൽ വരച്ച് ഇതാ ഇപ്പോൾ രണ്ട് സൈഡ് മുറിച്ചില്ല. അതാണ് പിന്നെ നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഷേപ്പാക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ മുറിച്ച് പിന്നെ ഈ ഭാഗം ആക്കണ്ടേ, രണ്ട് ഭാഗം ആക്കണ്ടേ. ഈ ഭാഗം ആക്കിയത് ഈ ഭാഗം ആക്കണ്ടേ. ഇതാ ഒരുപോലെ പിടിക്കണം. ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഇതുപോലെ നോക്കാം. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഷേപ്പാക്കുന്നത് ഷേപ്പില്ലെങ്കിൽ വരച്ചാൽ നമുക്ക് ഷേപ്പ് ഒരേപോലെ കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ വരക്കാം. ഏത് തരത്തിലാണ് കണ്ടില്ലേ? ഇങ്ങനെ ഇനി ഇതും അതുപോലെ ഈ ഭാഗത്ത് ഒന്നിങ്ങനെ വളച്ചു കൊടുത്താൽ മതി. ഇത്രയും വേണ്ടതാ. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതാണ്ടോ ഇനി അതളവ് തന്നെയാൽ മതി. അതാണ്ട് 2, 4, 6, 8, 10, 11, 12, 2, 4, 6, 8, 10, 12, 16 16 ഉണ്ടാവും. അതളിന്
നടുക്ക് മടക്കിയിട്ടല്ലേ അമ്മ 8 8 16 ഒരു ഭാഗത്ത് 16 ഇതാണ്. ഇതെന്ത് വേണമെന്ന് പറഞ്ഞാൽ അമ്മ ഏതെണ്ണം അമ്മ ഇതുപോലെ കൂട്ടി കൊടുക്കണം. ഇങ്ങനെ കമ്പ് വെച്ചിട്ട് ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് ഇടാമോ ഒക്കെ പിടിക്കുക, ഇടമെല്ലാം എടുക്കുക. എന്താ ഇങ്ങനെ പിടിക്കുക, നടുക്ക് വെച്ച് ഇങ്ങനെ കാണുന്നില്ലേ? എന്താ കണ്ടില്ലേ? ഇതാ ഒന്ന് ചുരുണ്ടില്ലേ ഇത്? അതുപോലെ ഇതെല്ലാം ആക്കുക. ഇനി ഇതെല്ലാം ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മുഴുവൻ ഇങ്ങനെ ആക്കിയിട്ട് ഇതിപ്പോൾ നമ്മളെല്ലാം ഇറുക്കിലോട്ട് ഇങ്ങനെ ആക്കി. മനസ്സിലായില്ലേ? എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ? ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇതാക്കുന്നത് പറഞ്ഞാൽ ഒരു 7 8 ആയാലും സാറില്ല, ഇതുപോലത്തെ ഇത് വേണം. എന്നിട്ട് നമ്മൾ ഇത് ആദ്യം ഒരു ഇതള മുറിച്ചെടുക്കുക. ഈ ഇതള ഒന്ന് മാത്രം മുറിച്ചാൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒന്ന് മുറിച്ചെടുത്ത് ഒന്ന് മുറിച്ചില്ലേ, പിന്നെ നമുക്ക് ഈ ഒന്നിൻ്റെ ഇടുന്ന് മുറിച്ച് കളയാം. രണ്ടാമത്തത് ഇടുന്ന് മുറിച്ച് കളയാം. ഇത് നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഇങ്ങനെ ഒട്ടിക്കണം. ഇവിടെ പശ വെക്കുക, ഇവിടെ ഒട്ടിക്കുക. ഇതാണ് കുറച്ചുകൂടെ ഇങ്ങോട്ട് മുറിച്ചോട്ട് അത് ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഈ മുറിച്ച കഷ്ണമുണ്ടല്ലോ ഇവിടെ, എന്താ ഇതിനിത് പറ്റി കൊടുത്താൽ വെക്കോള് മതി. ഇപ്പം ഇതിനെല്ലാം ഈ കഷ്ണത്തിന് എന്താ കണ്ടില്ലേ? ഇതാ നോക്കണതാ എന്താ ഈ കഷ്ണത്തിന് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. കണ്ടില്ലേ? ഇത് ഏറ്റവും അടിയിൽ നമുക്ക് വെക്കാം. ഇത് ഈ ഒറ്റ തല മുറിച്ച് കളഞ്ഞ് രണ്ടാമത്തത് പകുതി മുറിച്ചു. ഇത് ഏറ്റവും അടിയിൽ നമുക്ക് വെക്കാം. അതുപോലെ ഇതാ ഓരോന്ന് വെച്ച് ഞാൻ മുറിച്ചത് ഇതാ കണ്ടില്ലേ? ഇങ്ങനെയാണ് ഞാൻ എല്ലാം മോളാക്കിനെ 7 എണ്ണം ഉണ്ട്. ഇനി ഇത് കാണിച്ചു തരണ്ടല്ലോ, ഇത് പഠിച്ചില്ലേ? ഇതാ കണ്ടില്ലേ? ഇതല്ല ഇതാ 2 4 6 8 എണ്ണം ഉണ്ട്. ഇതിപ്പോൾ ഇത് ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലത്തെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഒട്ടിക്കണം. അപ്പം ഞാനിത് ഇത് ഒട്ടിച്ച് കാണിക്കുന്നില്ല, നമുക്ക് ഇതാ ഇതുപോലെ ഞാൻ പറക്കി വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം അതുപോലെ ആക്കിയതാണ്. ഇതെല്ലാം ഈ നമ്മൾ മുറിച്ച് കളഞ്ഞത് കളയരുത്. അതെല്ലാം ഇതാക്കണ്ട, ചെറുതായിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ടും വെക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതാദ്യത്തത് 2 4 6 8 10 11 13 എണ്ണം ഉണ്ട്. അതുപോലെ നമ്മൾ ഒട്ടിക്കുന്നില്ല, അങ്ങനെ പറക്കി ഇങ്ങനെ വെക്കാം. കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യത്തത്. രണ്ടാമത്തത് അത് നേരെ വെച്ചൂടാ. ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ? അതാ നേരെ വെക്കാം. ഒന്നിൻ്റെ കുറച്ച് ആ വിടവിലേക്കൂടെ വെക്കുന്നത്. അതുപോലെ ഇതാ എല്ലാം അതുപോലെ വിടവിലേക്കൂടെ ഇങ്ങനെ വെക്കുക. മനസ്സിലാകുന്നില്ലേ? ഇതാ ചെറിയ വർക്കായത്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കിയതുകൊണ്ട് എളുപ്പമായി. കണ്ടില്ലേ? ഇതുപോലെ ഇതിൽ പശ വരയ്ക്കേ വേണ്ടത്. ഇതിൽ ഫേക്കോൾ എടുത്ത് വെച്ച് ഇങ്ങനെ പെട്ടെന്ന് ഒട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ? എല്ലാം ഒരേപോലെ പറക്കി വെച്ചാൽ മതി. ക്രമത്തിൽ പറക്കി വെക്കണം. വലുത് അടിയിൽ വെക്കണം എന്ന്. അപ്പോൾ നല്ല മനോഹരമായ പൂവായി ഇതാ കണ്ടില്ലേ? എന്നാ കാണില്ലേ എല്ലാവർക്കും? ഇല്ല, എത്ര വേണമെങ്കിലും നമുക്ക് അതെല്ലാം ആക്കാം. അപ്പം ഇത് ആയി. ഇത് കണ്ടില്ലേ? ഇനി അവസാനത്തെ ഇതും കൂടെ ആയി. ഇത് എങ്ങനെയുണ്ട് നോക്കിയെന്ത? കണ്ടില്ലേ? ഇതാ മനസ്സിലായില്ല എല്ലാവർക്കും? ഇതാണ് കണ്ടില്ലേ? ഇതാ ഇതിൻ്റെ അടിയിൽ നമുക്ക് പച്ച വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇത് മുറിക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇത് ഏറ്റവും അടിയിൽ ഇതിനടിയിൽ ഇങ്ങോട്ട് ഞാനൊരു മുട്ട് ഇത് വേറെ കുഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ആക്കിയതാണ്. പിന്നെ തണ്ട് വേണമെങ്കിൽ ഇതുപോലെ പേപ്പർ കൊണ്ട് ഒന്ന് മുറിച്ചിട്ട് ഇത് മുമ്പേ ആക്കിയതാണ്, കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുന്നതായിരുന്നു. നമുക്കിതുപോലെ പച്ച കടലാച്ചട്ടി ഇതുപോലത്തെ പച്ച പേപ്പർ എടുത്തിട്ട് മുറിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിക്കാം. സാധനം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്
ഇപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ കാണിക്കാം. ഇതാണ്ടില്ലേ, ഇതാണ് തണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം പാത്രത്തിൽ. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിക്കാം. ഇപ്പം ഇതാ ചെറിയ ഇത് വേണമെങ്കിൽ ഇതാ ചെറിയ ഇതാ ഈ വട്ടം, ചെറിയ വട്ടത്തോണ്ട് ഇങ്ങനത്തെ ആവുന്നത് കണ്ടില്ലേ. ഇതെല്ലാം ചെറുത് മുറിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഞാനിത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതാണ് കണ്ടില്ലേ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഇത്ര സ്പീഡ് കുറച്ചിട്ടൊന്നും ആരും പഠിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതന്നെ നോക്കിയിട്ട് ശരിക്കും പഠിച്ചോ. കണ്ടില്ലേ, വലിയ പൂക്കളൊന്നും ആക്കിയിട്ട് പഠിച്ചവരൊന്നുമല്ലല്ലോ, ഇങ്ങനെ കണ്ട് പഠിച്ചതല്ലേ നമ്മയെല്ലാം. കണ്ടില്ലേ ഇങ്ങനെ ഇതെന്തൊരു രസമാണെന്ന് നോക്കിയാൽ. നല്ല കളറിലതിനെ കൊണ്ട് നല്ല രസം ഉണ്ടാവേ. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഇല ഉണ്ടാക്കുന്ന എങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇല പലതരത്തിലും ആക്കാം. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഒരുപാട് ഉണ്ട് ആക്കാനെല്ലാം ഞാൻ കാണിച്ചു തരാം. പറ്റും പോലെ കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളിത് പെട്ടെന്ന് എളുപ്പത്തിലാവാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നേ. വേറെ ഉണ്ട്. ഇതാണ് തൽക്കാലം ഇങ്ങനെ ആക്കിയാൽ മതി. ഇല വേറെ ആക്കുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. അല്ല ഇങ്ങനെ കോണായിട്ട് മടക്കിയിട്ട് ഇതാണ് ഒന്നിങ്ങോട്ട് മടക്കി ഒന്നിങ്ങോട്ട് അതേപോലെ തന്നെ ഇത് മടക്കേണ്ടതാണ്. നടക്കും അമ്മ. ഇതാണ് ഈ ഭാഗം ഉണ്ടോ. കുറച്ച് രീതിയിൽ മുറിക്കുക. ചെറുത് മുറിച്ചു നേരിട്ടേ ഇങ്ങനെ വെച്ചാൽ ഇതാ ഇതിൻ്റെ അടിയിൽ വെച്ചാൽ നല്ല അല്ലേ ചെറിയ തണ്ടുമാക്കി തണ്ടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുക. ഇല്ലേ, ഇനി ഇത്രയും മതിയേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ. ഇനി ഇത്രയും മതിയേ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് വേണം. ഇത് മാത്രമല്ല, ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ കാണണം. പൂ മാത്രമല്ല, ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, എല്ലാം ചെയ്യണം. എല്ലാം കുറവാണ്. അതുകൊണ്ട് നിങ്ങളെ ഇതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇനി നല്ല പൂവാക്കണം നമുക്ക്. കൈൻ്റെ വേദന കുറഞ്ഞിട്ടാകുമ്പോൾ ഞാനെല്ലാം ചെയ്യും. ഇപ്പം ഇത് ഇറക്കാൻ പറ്റുന്നില്ല ഈ കൈ. ഇത് കുറച്ച് ശരിയായി, തീരെ പൊന്താത്തതാണ്. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. പറ്റുമ്പോൾ നമുക്ക് ആക്കാം. 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ആക്കിയിട്ട് അങ്ങനെ ഞാൻ കാണിച്ചു തരാനൊക്കെ ആകുമ്പോൾ കേട്ടാ. ശരി എന്നാൽ.